പണത്തിൻ്റെ മൂല്യവും സമാധാനത്തിൻ്റെ മൂല്യവും. കേട്ടുനോക്കൂ ഈ കഥയൊന്ന്. ഒരിക്കൽ പണക്കാരനായ ഒരു വ്യക്തി തൻ്റെ മകനെയും കൊണ്ട് ഒരു യാത്രയ്ക്കിറങ്ങി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സമ്പന്നതയ്ക്ക് നടുവിൽ ജീവിക്കുന്ന തൻ്റെ മകനെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത രീതികൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു. അദ്ദേഹം ആദ്യമെത്തിയത് ഒരു കർഷക കുടുംബത്തിലേക്ക്. ആ കുടുംബത്തിൻ്റെ കൂടെ കുറച്ച് ദിവസം തങ്ങി അവർ തിരിച്ചു പോന്നു. ആ യാത്രക്കിടയിൽ അച്ഛൻ മകനോട് ചോദിച്ചു, ഈ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? മകൻ പറഞ്ഞു, ഈ യാത്ര വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഒരുപാട് പാവപ്പെട്ട മനുഷ്യരും നമുക്കിടയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വീണ്ടും അച്ഛൻ മകനോടായി, ഈ യാത്രയിൽ നിന്ന് നിനക്കെന്ത് പഠിക്കാൻ സാധിച്ചു? മകൻ പറഞ്ഞു, ഈ യാത്രയിൽ നമ്മളാണ് ദരിദ്രരെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട്, അവർക്ക് 4 എണ്ണമുണ്ട്. നമുക്ക് ചെറിയൊരു കുളമുണ്ട്, അവർക്ക് കര കാണാത്ത വലിയ ഉൾക്കടലുണ്ട്. നമ്മുടെ ഉദ്യാനത്തിൽ വിദേശത്ത് നിന്ന് വാങ്ങിയ വിളക്കുകളുണ്ട്, അവർക്ക് ആകാശത്തിൽ മിന്നുന്ന നക്ഷത്രങ്ങളുണ്ട്. നമുക്ക് ജീവിക്കുവാൻ ഒരു ചെറിയ നിലമുണ്ട്, അവർക്കോ കണ്ണെത്താ ദൂരം വരെ വയലുണ്ട്. നമുക്ക് ജോലി ചെയ്യുവാൻ ജോലിക്കാരുണ്ട്, അവർ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നു. നമ്മൾ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്നു, അവർ ഭക്ഷ്യസാധനങ്ങൾ വിളയിക്കുന്നു. നമുക്ക് നമ്മുടെ സമ്പത്ത് കാത്തുസൂക്ഷിക്കുവാൻ മതിൽക്കെട്ടുകളുണ്ട്, അവരെ സംരക്ഷിക്കുവാൻ ധാരാളം മിത്രങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ധാരാളമുണ്ട്. ശരിക്കും അവരെ അപേക്ഷിച്ച് നമ്മൾ എത്രയോ ദരിദ്രരാണ്. മകൻ്റെ വാക്കുകൾ കേട്ട് അച്ഛന് അത്ഭുതവും സന്തോഷവും. അവസാനമില്ലാത്ത ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, വളരെ കുറഞ്ഞ ജീവിത സൗകര്യങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യരെ കൂടി ഓർക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്.